ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. എടാ, മാത്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ടൈം, അല്ലേ? ടൈം കിട്ടാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് 9th 10th ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് അത് വന്നോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസിൻ്റെ ഒക്കെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ 24 × 13. ഓക്കെ, 24 × 13 നമ്മൾ നോർമലി എങ്ങനെ ചെയ്യാം? നമ്മൾ 3നെ കൊണ്ട് 24നെ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ഇവിടെ എഴുതും. പിന്നെ 1നെ കൊണ്ട് 24നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതും. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട്, അല്ലേ? ടോട്ടൽ 3 സ്റ്റെപ്പ് ഉണ്ട്. 1 2 3 സ്റ്റെപ്പ് ഉണ്ട് ടോട്ടൽ, അല്ലേ? 3 സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോ. ആദ്യത്തെ ഈ 2 ഡിജിറ്റ് ഉത്തരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 12ന് 2 ക്യാരി 1, 12ന് 2 ക്യാരി 1. ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ? 2 × 3 6ഉം 4 × 1 4ഉം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, പറ. അവിടുന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 6 ആയി. പിന്നെ 1 × 4 4. അപ്പോൾ 6 + 4 10 ആയേ. പിന്നെ ക്യാരി 1ഉം 11, ബാക്കി 1, ക്യാരി അഗെയിൻ 1 ഉണ്ട്. ഓക്കെ, ഇനി അവസാനം ഈ 2 ഡിജിറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 2 പ്ലസ് നേരത്തെ ക്യാരി 1 3 ആയി. ഓക്കെ അല്ലേ? അപ്പോൾ 24 × 13 എന്ന് പറഞ്ഞാൽ 312 ആണ്. ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ഫോർ എക്സാമ്പിൾ 14 × 12. ആദ്യത്തെ 2 ഡിജിറ്റ്സ് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതാ? 4 × 2 8. ഇനി നേരെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. എങ്ങനെയാണ്? 1 × 2 2ഉം 1 × 4 4ഉം 4 2 6. ഇനി അവസാനത്തെ 2 ഡിജിറ്റ്സ് തമ്മിൽ ഇപ്പുറത്തുള്ള 10th പൊസിഷനിലുള്ള ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 168 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ 12% ഓഫ് 50. ഇത് നമ്മൾ നോർമലി എഴുതുമ്പോൾ 12 × 50/100 ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ സ്റ്റെപ്പ് എഴുതണം, കാര്യങ്ങളൊക്കെ എഴുതണം. എന്നാൽ ഇപ്പോൾ 12% ഓഫ് 50 കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് കണ്ടാൽ മതി. എങ്ങനെയാ? ഇതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താലും മതി. എങ്ങനെയാ? 50% ഓഫ് 12 കണ്ടാലും മതി. കാരണം രണ്ടും സെയിം ആണ്. 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 50% ഈസ് ഹാഫ് ഓഫ് 12 6. നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ചെയ്യാതെ പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചു. 12% ഓഫ് 50 എന്ന് പറഞ്ഞാലും 50% ഓഫ് 12 എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് മനസ്സിലാക്കുക. അതായത് X% ഓഫ് Y എന്ന് പറഞ്ഞാലും നേരെ തിരിച്ച് Y% ഓഫ് X എന്ന് പറഞ്ഞാലും സെയിം ആ. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിക്കുന്നത്? സംഭവം സിമ്പിളാണ്, നോക്കിക്കോ. X% ഓഫ് Y എന്ന് പറഞ്ഞാൽ വൈൻ്റെ X%. സോ Y × X/100 ആണ് സംഭവം. ഓക്കെ, ഇനി Y% ഓഫ് X എന്ന് പറഞ്ഞാലോ X-ൻ്റെ Y%. സോ X × Y/100. അപ്പോൾ എന്താ വരിക? ആൻസർ Y × X/100 ആണ്. ന്യൂമറേറ്ററിനെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലേ? അപ്പോൾ Y × X അഥവാ XY/100. X × Y/100 ആണ്. ന്യൂമറേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, XY/100. ഇത് രണ്ടും സെയിം ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് X% ഓഫ് Y എന്ന് പറഞ്ഞാലും Y% ഓഫ് X എന്ന് പറഞ്ഞാലും സെയിം ആവുന്നത്. അപ്പോൾ 12% ഓഫ് 50 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട, നേരെ 50% ഓഫ് 12 എടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പല പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റീസൺ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ. ഇത് രണ്ടും ഈക്വൽ ആണ്. X% ഓഫ് Y എന്ന് പറഞ്ഞാലും Y% ഓഫ് X എന്ന് പറഞ്ഞാലും സെയിം ആണ്. ആൻഡ് അത് എന്തുകൊണ്ട് സെയിം ആവുന്നു എന്നുള്ളതിന് ഒരു സംഭവം കാണിച്ചെന്നാണ്. അത് നിങ്ങൾ നോക്കണമെന്നില്ല, മനസ്സിലായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഈ പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 12% ഓഫ് 50 എന്ന് പറഞ്ഞാലും 50% ഓഫ് 12 എന്ന് പറഞ്ഞാലും സെയിം ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പം പിന്നെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് 1ൻ്റെ സ്ക്വയർ മുതൽ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 10ൻ്റെ സ്ക്വയർ വരെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ 25ൻ്റെ സ്ക്വയർ വരെ ബൈ ഹാർട്ട് പഠിക്കണം. 1ൻ്റെ സ്ക്വയർ മുതൽ 25ൻ്റെ സ്ക്വയർ മുതൽ നിങ്ങൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. 13 സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. 169 ആണ് എന്ന് പറയാൻ പറ്റണം. ഓക്കെ, കൃത്യമായിട്ട് സ്പോട്ടിൽ വരണം. അല്ലാണ്ട് 14 സ്ക്വയർ 196 ഇങ്ങനെയല്ല. 14 സ്ക്വയർ ദാറ്റ് ഈസ് 196. സ്പോട്ടിൽ ആൻസർ പറയാൻ പറ്റണം. ആ രീതിക്ക് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. കാരണം ഇത് ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കൃത്യമായിട്ട് ഇത് ബൈ ഹാർട്ട് പഠിച്ചു പോകാം. ആൻഡ് നെക്സ്റ്റ് വൺ
ഡിവിസിബിലിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ചില നമ്പേഴ്സിന് നമുക്ക് ഡിവിഷൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചില ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, എന്നിട്ട് റിമൈൻഡർ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ നമ്പറിന് ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ആ നമ്പറിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ 123, ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾ 123നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, ആക്ച്വലി ഡിവൈഡ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും. 1 + 2 3, 3 + 3 6, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ 123നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 123നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41 ആൻസർ കിട്ടുക. 1 3 3 4 3 12 41 ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി ബൈ 3 നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സിമ്പിളായിട്ട് 3 എന്ന് വെച്ചാൽ മതി. ആ നമ്പറിൽ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ളത് 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി പറയാം. 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി, 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് അറിയാലോ. ഇവൺ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂള്, ഇപ്പം 100 വരെയുള്ള നമ്പേഴ്സ് പോട്ടെ, 100ൻ്റെ മേലോട്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം നോക്കാം. 3 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം നോക്കാം. 3 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം നോക്കാം. നമ്പേഴ്സ് 3 ഡിജിറ്റ് നമ്പേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സോ അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പേഴ്സോ, അതായത് 100ൻ്റെ മേലുള്ള നമ്പേഴ്സ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് നോക്കാമെന്ന് സാർ പറഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം 4 മൾട്ടിപ്പിൾ പറഞ്ഞോ, ഞാൻ 4 ഒരു 96 എഴുതാണേ. 384. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അല്ല 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ നോക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. 84 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ്. അപ്പോൾ 384ഉം 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ വേറൊരു 4ൻ്റെ മൾട്ടിപ്പിൾ പറഞ്ഞുതരാം. 344 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ? 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 344നെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ 86 കിട്ടും. ഇനിയിപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1084. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 84നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, 4 കൊണ്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 1084നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1084നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 271 കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ കേട്ടോ, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഡിവൈഡ് ചെയ്തുള്ള ആൻസർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡല്ല. കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് എവിടെയാണ് ആവശ്യം വരിക എന്ന് വെച്ചാൽ പ്രൈം ഫാക്ടറൈസേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ നമ്പറും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം, ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പിന്നെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ല വേറെ നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ സാർ പറഞ്ഞ ഡിവൈഡ് ബൈ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കട്ടെ. ഞാൻ 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കട്ടെ. ഇപ്പോൾ 11 × 456 ആണെന്ന് വിചാരിക്കും. 5016 ആക്ച്വലി 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5016 നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ സപ്പോസ് 5016 നിങ്ങൾക്ക് പുതിയതായിട്ട് തരുന്ന നമ്പറാണ്, അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മക്കൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്നറിയോ? ഞാൻ പറയാം. നിങ്ങൾ ആദ്യത്തെ ഡിജിറ്റ് എഴുതുക 5, എന്നിട്ട് മൈനസ് സൈൻ ഇടുക. എന്നിട്ട് രണ്ടാമത്തെ ഡിജിറ്റ് എഴുതുക 0. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ മൈനസ് അല്ല ഇട്ടത്, ഇനി പ്ലസ് ഇട്. ഇനി അടുത്ത ഡിജിറ്റ് എഴുതുക 1. ഇപ്പോൾ പ്ലസ് അല്ല ഇട്ടത്, ഇനി മൈനസ് ഇട് 6. കിട്ടുന്ന റിസൾട്ട് നോക്ക്, കിട്ടുന്ന റിസൾട്ട് കണ്ടുപിടിക്കുക. എന്താ? 5 - 0 5 തന്നെ. 5 + 1 6, 6 - 6 0. കിട്ടുന്ന റിസൾട്ട് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 0 ആണ്, സോ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ 11ൻ്റെ വേറൊരു മൾട്ടിപ്പിൾ എടുക്കാം. 9416. ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. നിങ്ങൾ ആദ്യത്തെ നമ്പർ എടുക്കുക, 9 എടുത്തു. ഇനി നേരെ മൈനസ് ഇടുക. അടുത്ത ഡിജിറ്റ് എടുക്കുക 4. ഇനി നേരെ പ്ലസ് ഇടുക. അടുത്ത ഡിജിറ്റ് എഴുതുക 1. ഇനി നേരെ മൈനസ് ഇടുക. എന്നിട്ട് അടുത്ത ഡിജിറ്റ് എഴുതുക 6. അതായത് മൈനസിന് തുടങ്ങിയിട്ട് പ്ലസും മൈനസും ആൾട്ടർനേറ്റീവായിട്ട് ഇടുക ആ നമ്പറിലെ ഡിജിറ്റ്സ് തമ്മിൽ. അപ്പോൾ എന്താ കിട്ടുക ആൻസർ നോക്ക്. 9 - 4 5 അല്ലേ? 5 + 1 6, 6 - 6 0. ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,527. ഇതാണെങ്കിലോ, നിങ്ങൾ ഫസ്റ്റ് ഡിജിറ്റ് 1 എഴുതുന്നു, മൈനസ് ഇടുന്നു, പിന്നെ 0 എഴുതുന്നു, പ്ലസ് ഇടുന്നു, 5 എഴുതുന്നു, മൈനസ് ഇടുന്നു, 2 ഇടുന്നു, പ്ലസ് ഇടുന്നു, 7 എഴുതുന്നു. എത്ര വരും? 1 - 0 1 തന്നെ. 1 + 5 6, 6 - 2 4, 4 + 7 11. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾസോ ആണെങ്കിൽ 11 കൊണ്ട് നമുക്ക് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇനി വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു നമ്പറിൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു നമ്പറിനെ നിങ്ങൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 144 × 5 നമുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തായി എന്ന് വെച്ചാൽ ആ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 144നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാ? ഒരു 0 എക്സ്ട്രാ വരും. അതിന് ഹാഫ് എടുത്താൽ മതി. 1414 ഹാഫ് 720 അല്ലേ? 720 വരും ആൻസർ. ഇത് മൾട്ടിപ്ലൈ നോക്ക്, നിങ്ങൾക്ക് 720 ആയിട്ട് നോക്ക്. 4 0 0 ബാക്കി 2 4 0 2 22 ബാക്കി 2 5 2 7 720 കറക്റ്റാണ് കിട്ടുന്നത്. അതായത് ഒരു നമ്പർ നിങ്ങൾക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നമ്പറിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഒരു നമ്പറിനെ നിങ്ങൾക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ആ നമ്പറിൻ്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ 144 5 കൊണ്ട് മൾട്ടിപ്ലൈ വെച്ചാൽ 144ൻ്റെ കൂടെ നിങ്ങൾ 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കിട്ടിയ നമ്പറിൻ്റെ ഹാഫ് എടുത്താൽ മതി. അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇതേപോലെ തന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും ഒരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ. അപ്പോൾ മക്കളെ, ഇതുപോലുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളും ഒക്കെ മാത്തമാറ്റിക്സിലുണ്ട്. നമുക്ക് മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഷോർട്ട് ടൈമിനുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ട്രിക്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനത്തെ ഒരുപാട് ട്രിക്സും അതേപോലെ തന്നെ എങ്ങനെ മാത്സിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാമെന്നും എന്നുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചാണ് സൈലത്തിലെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ +1 +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അത് ഏത് എൻട്രൻസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, ഇനി അതല്ലാതെ NDA എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും പൊതുവെ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് കേരളത്തിലെ കുട്ടികൾ വളരെ പുറകിലായി പോകുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികളെ അപേക്ഷിച്ചിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ കുട്ടികൾക്ക് IQ കുറവായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടല്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ ക്ലാസ് മുതലേ കൃത്യമായിട്ട് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വരുന്ന കുട്ടികളാണ്. നിങ്ങൾ ആലോചിക്കുക, സെയിം IQ ഉള്ള കുട്ടികൾ, ഒരു കുട്ടി ഒന്നും പഠിക്കാതെ +2 മാത്രം പോയിട്ട് പഠിക്കുന്നു. ഒരു കുട്ടി 9th ക്ലാസ് മുതൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്നു, ഇതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് വരുന്നു. ആർക്കാണ് കിട്ടാൻ സാധ്യത? ഒബ്വിയസ്ലി ആ കുട്ടിക്ക് തന്നെയാണ് കിട്ടാൻ സാധ്യത അല്ലേ? അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു റാങ്ക് +2 കഴിഞ്ഞ് ബോർഡ് എക്സാമിനേഷന് കൃത്യമായിട്ട് മാർക്ക് വാങ്ങി പോവുക എന്നതിലുപരി, ഇപ്പോൾ നമുക്കറിയാം ബോർഡ് എക്സാമിനേഷനൊക്കെ നല്ല മാർക്ക് വാങ്ങിയ പലരും നോർമൽ കോളേജസിൽ പോയിട്ട്, മേ ബി മുഴുവൻ മാർക്ക് വാങ്ങിയ കുട്ടികൾ വരെ നോർമൽ കോളേജസിൽ പോയിട്ട് ഡിഗ്രി ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഡീമെറിറ്റ് കൊണ്ടാണ്. കാരണം നമുക്ക് എന്താ പറയുക, ബോർഡ് എക്സാമിനേഷൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ എഴുതിയിട്ട് ആൻസറിലേക്ക് എത്തിക്കണം, സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് എഴുതണം എന്നുള്ളത് നമുക്കറിയുള്ളൂ. എങ്ങനെ ഒരു ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം, എങ്ങനെ വിത്തിൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നില്ല. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് 9th ക്ലാസ് മുതൽ അല്ലെങ്കിൽ 8th ക്ലാസ് മുതൽ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ കൃത്യമായിട്ട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് +1 +2 കൂടെ കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ നൽകി എന്നിട്ടൊരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. സോ ഫാൽക്കൺ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കൃത്യമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൈലം. 8ാം ക്ലാസ്സിലെ മക്കൾക്കും ജോയിൻ ചെയ്യാം, 9ാം ക്ലാസ്സിലെ മക്കൾക്കും ജോയിൻ ചെയ്യാം, 10ാം ക്ലാസ്സിലെ മക്കൾക്കും ജോയിൻ ചെയ്യാം. ഇനി അതേപോലെ നിങ്ങളെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ 6ലും 7ലും ഉണ്ടെങ്കിൽ അവർക്കും ഫാൽക്കൺ ബാച്ച് ഉണ്ട്. എല്ലാവർക്കും ഒരു ബാച്ചാണെന്നല്ല, എല്ലാവർക്കും കൃത്യമായിട്ട് അവരുടെ ക്ലാസ്സിനനുസരിച്ചിട്ട് 6ന് ബാച്ച് ഉണ്ട്, 7ന് ബാച്ച്, 8ന് ബാച്ച്, 9ന്റെ ബാച്ച്, 10ന്റെ ബാച്ച്. അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ്സിനും കൃത്യമായിട്ട് ബാച്ചസ് ഉണ്ട്. കാരണം ഇത് ചുമ്മാ എന്തെങ്കിലും കുറേ സാധനം നിങ്ങളെ വാരിക്കൂട്ടി പഠിപ്പിക്കല്ല, നിങ്ങൾക്ക് ഈ അക്കാദമിക് ഇയർ പഠിക്കാനുള്ള സാധനം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ ടൈം മാനേജ്മെൻറ്റ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ട്, ഇതുപോലെയുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് ഈ അക്കാദമിക് ഇയർ പഠിക്കാനുള്ള സബ്ജക്റ്റിൽ ഒന്ന് പ്രോ ആക്കി മാറ്റിയാണ് ഫാൽക്കൺ ബാച്ചിൽ ചെയ്യുക. അതിൻ്റെ കൂടെ എൻട്രൻസിന് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷനും ബിൽഡ് ചെയ്തുകൊണ്ടുവരും. സോ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് സ്ക്രോൾ ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ബൈ.